എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് അത് ചെയ്യാനുള്ള എന്താ പറയുക, ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് അതിലപ്പുറം എനിക്ക് തോന്നുന്നില്ല ഈ കൺവീനർ സ്ഥാനത്ത് ഇരുന്നിരുന്നെങ്കിലും അത് അത് വേണ്ടെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെയും ഈ നിലപാട് എടുത്തിട്ടുള്ളതാണ് നിതീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് ഈ അപ്പുറത്തെ ചേരിയിൽ നിന്ന് അവിടെയാണ് ലാഭമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വിജയം എന്തായാലും ഇന്ത്യക്കാണെങ്കിൽ ആ രൂപത്തിൽ പോകുന്ന ഒരാളാണ്. ഒരുപക്ഷെ ആ വിശ്വാസമായിരുന്നിരിക്കാം ഒരുപക്ഷെ രാഹുലിനും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നുണ്ടാവുക. അങ്ങനെ ആകാമല്ലോ. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ബജറ്റ് സെഷൻ വന്നു കഴിഞ്ഞാൽ അവിശ്വാസം അവതരിപ്പിക്കാനുള്ള ആലോചനയിലായിരുന്നു ആർ.ജെ.ഡി. ലാലു പ്രസാദ് ഏത് വിധേനയും നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയാവുന്നതിനെ തടയും, അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇനി എന്തൊക്കെയാണ് അവരുടെ മുന്നിൽ തന്ത്രം ബാക്കിയുള്ളതെന്ന് അറിയില്ല. ഏതായാലും ബി.ജെ.പി ഇതിൽ ജെ.ഡി.യുവിനോട് ആവശ്യപ്പെട്ടിരുന്നത് സർക്കാരിനെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ട. അങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു സർക്കാർ വിരുദ്ധ വികാരം അവിടെയുണ്ട്. അത് ജെ.ഡി.യു വിരുദ്ധ വികാരമായി അത് ആ രൂപത്തിൽ അത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട എന്ന് ആവശ്യപ്പെട്ടത് ബി.ജെ.പിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണറെ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അനുകൂലമായ സാഹചര്യം തന്നെയാണ്. ഇനി പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ആർ.ജെ.ഡിക്ക് എന്താണ് സാധ്യത? ഇനിയിപ്പോൾ തേജസ്വി യാദവിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്? ഒരു സാധ്യതയില്ല. ഒരു ഒരു സാധ്യതയില്ല. സാധ്യതയില്ല. ഉറപ്പായിട്ടും ഇവർ സർക്കാർ രൂപീകരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി കോൺഗ്രസിൽ നിന്ന് എത്ര പേര് പോകുന്നു, അതിനെ നിയന്ത്രിക്കാനുള്ള ഒരവസ്ഥ പോലും കോൺഗ്രസിനില്ല എന്നുള്ളതാണ്. കാരണം എപ്പോൾ നോക്കിയാലും നമുക്കറിയാം ഈ പാർട്ടി മറന്ന് അധികാരം കിട്ടുന്ന ഭാഗത്തേക്ക് പോകുന്ന പ്രവണത കോൺഗ്രസിലാണ് കൂടുതലുള്ളത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ. അപ്പോൾ അവരുടെ ദൗർബല്യം, അവരുടെ ബലഹീനതയായി നിൽക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ കോൺഗ്രസിന് പാളിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.